മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവർക്ക് നല്ലത് പറയാൻ വേണ്ടി നിങ്ങൾ നല്ലതാവണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ലതാകുക. നിങ്ങൾ ഒരാളെ ഒരിക്കലും സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ തളച്ചിടരുത്. നിങ്ങളെ മാത്രം അവർ സ്നേഹിക്കുമ്പോഴല്ല സ്നേഹമാവുന്നത്, അവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമൊക്കെ അംഗീകരിച്ച് അവരെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കണം. അല്ലാതെ നിങ്ങളിൽ അവരെ തളച്ചിടാൻ ശ്രമിക്കരുത്. ഭക്തരെ, ഒരാൾക്ക് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ ആ മനുഷ്യൻ അനുഭവിച്ചതെല്ലാം അയാളും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആ മനുഷ്യൻ അത്രമാത്രം പ്രിയപ്പെട്ടതായി മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന ഒരാളായിരിക്കണം. ഭക്തരെ, കാലം ആരിലേക്കും ആരെയും വെറുതെ കൊണ്ടെത്തിക്കില്ല. എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. സ്നേഹം വിളമ്പിക്കൊടുക്കുക, എന്നാൽ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തുപോയെന്ന് വരാം. ഭക്തരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കും എന്ന വിശ്വാസമാണ്. നിങ്ങളെ വിജയം നേടാൻ സഹായിക്കുന്ന, അതിനായി കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റുള്ളവരെ പിണക്കാതെ ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക. ഭക്തരെ, ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ നിങ്ങൾക്ക് മോശം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എങ്കിലും മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾ നിങ്ങൾക്കായി നിലകൊള്ളുക. ജീവിതത്തിലൊരിക്കലും കുറുക്കുവഴി സ്വീകരിക്കരുത്. കാരണം ദുർഘടമായ വഴിയിലാണ് കൂടുതൽ അനുഭവമുണ്ടാകുക. ആ വഴിയായിരിക്കും നിങ്ങളെ ലക്ഷ്യത്തിലേക്കെത്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മനസ്സ് നിങ്ങളെ ഭരിക്കും. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ ഒരു പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. ഭക്തരെ, ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര സന്തോഷമുള്ളതായിരിക്കില്ല. ആ ചിരിയുടെ പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. നിങ്ങൾ തളർന്നു പോകുമ്പോൾ അറിയാം, മനസ്സുകൊണ്ട് മാത്രം സ്നേഹം തന്നവരെയും അഭിനയം കൊണ്ട് നേട്ടം കൊയ്തവരെയും. ഭക്തരെ, നിങ്ങളോട് നന്നായി പെരുമാറുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറന്നു കളയുക. ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ചതിക്കപ്പെട്ടവർ ആദ്യം കരയും, പിന്നീട് ചിരിക്കും. ഇത് ഈശ്വര നിശ്ചയമാണ്. ഭക്തരെ, എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. ബാഹ്യമായ സൗന്ദര്യത്തേക്കാൾ ഒരു വ്യക്തിക്ക് വേണ്ടത് ആന്തരികമായ സൗന്ദര്യമാണ്. ഭക്തരെ, നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. മനസ്സിന് ഭാരം കൂട്ടുന്നതെന്തും ഉപേക്ഷിക്കണം. അതെന്തും ആയിക്കൊള്ളട്ടെ, വിട്ടുകളയുക. നിങ്ങൾ ജീവിക്കുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്, ഉരുകിത്തീരാനല്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.